റിയൽ ടോൺ ക്വാളിറ്റി സൗണ്ട്സ്, ലാലു സൗണ്ട്സ്, ഷറഫിയ. മുസ്ലിം ലീഗ് രാഷ്ട്രീയ എതിരാളികളുടെ മലക്കോട്ടകൾക്ക് മേൽ ഇടിത്തീയുടെ ദാഹശക്തിയോടെ ഇടിച്ചിറങ്ങി ഇടിമുഴക്കത്തിന്റെ ശബ്ദഗാംഭീര്യം തീർക്കുന്ന മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് കരുത്ത് പകരുന്ന പ്രോജ്വലനായ യുവ പ്രാസംഗികൻ അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിന് ജിദ്ദ വേങ്ങര മണ്ഡലം KMCCയുടെ ഹാർദമായ സ്വാഗതം. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു റബ്ബുനാ വ മുഹമ്മദുൻ സഈമുനാ വൽ ഖുർആനു ദസ്തൂറുനാ വൽ ജിഹാദു ഫി സബീലില്ലാഹി അലാ അമാനിനാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വേങ്ങര മണ്ഡലം KMCCയുടെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷന് അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ PK അലി അക്ബർ സാഹിബ് അവർകളെ, പ്രിയപ്പെട്ട റഷീദ് പറങ്ങോടത്ത്, ഈ കൺവെൻഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഹമ്മദ് കുട്ടി സാഹിബ് കർമണ്ണിൽ, അബൂബക്കർ സാഹിബ് അരിമ്പ്ര, മുഹമ്മദ് സാഹിബ് കാവുങ്ങൽ, സഹൽ തങ്ങൾ, CK റസാഖ് മാസ്റ്റർ, മുസ്തഫ സാഹിബ് VP, അബ്ബാസ് സാഹിബ് ചെമ്പൻ, അബ്ദുറഹ്മാൻ സാഹിബ് കാവുങ്ങൽ, പ്രിയപ്പെട്ട ബാവ സാഹിബ്, മറ്റു വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ KMCCയുടെ ജിദ്ദയിലെ, സൗദിയിലെ ബഹുമാന്യരായ നേതാക്കന്മാർ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പേരെടുത്തു പറയാൻ ഔപചാരികതക്കപ്പുറം അർഹത കൊണ്ട് പേരെടുത്തു പറയേണ്ടുന്ന ഒരുപാട് നേതാക്കന്മാർ സ്റ്റേജിൽ എന്ന പോലെ സ്റ്റേജിന് പുറത്തുമുണ്ട്. സമയത്തിൻ്റെ പരിധിയും പരിമിതിയും എന്നേക്കാളധികം നിങ്ങൾ ബോധവാന്മാരാണ് എന്നുള്ളതുകൊണ്ട് അവരെ പേരു പരാമർശിച്ച് അഭിസംബോധന ചെയ്ത് സമയം കളയുന്നില്ല. ഇവിടെ പറയപ്പെട്ട പോലെ വേങ്ങര മണ്ഡലം KMCCയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നമ്മുടെ നാട്ടിൽ നിങ്ങൾ മനസ്സിലാക്കിയ പോലെ നല്ല ഉഷ്ണമാണ്. കാലാവസ്ഥയുടെ കനത്ത ചൂട് കുടുംബാംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാലാവസ്ഥയുടെ ആ ഉഷ്ണത്തോടൊപ്പം തന്നെയാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ, അസംബ്ലി ഇലക്ഷൻ്റെ ഒരു വലിയ ചൂടിലേക്ക് നമ്മൾ പോകുന്നത്. അതിനിടയിലാണ് പ്രവാസികളായ നിങ്ങളുടെ നേതൃത്വത്തിൽ വേങ്ങര നിയോജക മണ്ഡലത്തിൻ്റെ ഈ അർത്ഥത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇവിടെ നടക്കുന്നത്. നവമാധ്യമങ്ങളുടെ ഒരു കാലത്ത് പ്രബുദ്ധമായ ഒരു പൗരസഞ്ചയം നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു എന്നുള്ളത് നമ്മളൊക്കെ ഉൾക്കൊണ്ട യാഥാർത്ഥ്യമാണ്. സോഷ്യൽ മീഡിയയിലെ പോരാളികൾ ഒരു പക്ഷേ സ്വദേശത്തേക്കാൾ ഏറ്റവും കൂടുതൽ വിദേശത്താണ്. അങ്ങനെയുള്ള സൈബർ പടയുടെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെയും ന്യൂനപക്ഷ ശാക്തീകരണത്തിൻ്റെയും വിശ്വാസപരമായ നമ്മുടെ ഐഡൻറ്റിറ്റിയുടെയും ഒരു പടയെ അണിനിരത്തിയാൽ ആ പടയുടെ മുമ്പിൽ ചില കമാൻഡർമാരെ ആവശ്യമുണ്ട്. ഒരു സൈന്യത്തിൻ്റെ ബറ്റാലിയന് നേതൃത്വം കൊടുക്കാൻ ആ അർത്ഥത്തിലുള്ള കമാൻഡർമാരെ ആവശ്യമാകും. അങ്ങനെ വളരെ ആലങ്കാരികമായ ഒരു സാമാന്യ ഭാഷ പ്രയോഗിച്ചാൽ പാണക്കാട് തങ്ങളുടെ സൈബർ പട്ടാളത്തിൻ്റെ കമാൻഡർമാരെ തിരയുമ്പോൾ ജിദ്ദ വരെ വരേണ്ടി വരും
ഷെറീഫ് സാഗറിനെ പോലുള്ള പടയാളികളെ കാണേണ്ടി വരും എന്നുള്ളത് ഷെറീഫ് സാഗർ എന്ന പേര് നിങ്ങൾ എന്നെ കേട്ട പോലെ ഷെരീഫിനെ ഞങ്ങളൊക്കെ നാട്ടിൽ നിന്ന് പത്രമാധ്യമങ്ങൾ അവസാനമായി റെഫർ ചെയ്തിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയ റെഫർ ചെയ്യാതെ പ്രസംഗത്തിന് പോകാൻ കഴിയില്ല. എന്നല്ല, നമ്മൾ ജീവിക്കുന്ന കാലത്തോട് സംവദിക്കുന്നുവെങ്കിൽ ശ്വാസോച്ഛ്വാസ ശേഷിയുള്ള തടിച്ച ശവങ്ങളെപ്പോലെ അള്ളാഹു തന്ന ആയുസ്സിനെ വൃഥാവിലാക്കി കടന്നു പോകാൻ നിശ്ചയിക്കാത്തവരാണ് നമ്മളെങ്കിൽ എന്തിനാണ് ഈ കർമ്മങ്ങളൊക്കെ? ജിദ്ദയിൽ ഇത്ര മലയാളികളാണോ? വേങ്ങരക്കാർ ഇത്രയാണോ? പ്രിയപ്പെട്ട അലി അക്ബർ സാഹിബ് എന്നോട് ക്ഷമാപണ സ്വരത്തിൽ എന്ന പോലെ പറയുകയായിരുന്നു, ഇന്ന് വർക്കിംഗ് ഡേ, നാളെ തുടങ്ങുന്നത് കൊണ്ടാണ്. പിന്നെയും പിന്നെയും ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു അപകർഷതയുണ്ട്. ഇവിടെ ആൾ കുറയുമ്പോൾ, ആൾ കുറഞ്ഞിട്ടല്ല, ഒരു നിയോജക മണ്ഡലത്തിൻ്റെ കൺവെൻഷന് തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലും നാട്ടിൽ വിളിച്ചു കഴിഞ്ഞാൽ